വെൽക്കം ബാക്ക് ഗൈസ്. ഞാൻ ഇന്നൊരു ക്രിസ്പി എഗ് പോക്കറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് നമുക്കിത് ഉണ്ടാക്കാം. വളരെ എളുപ്പമുണ്ടാക്കാവുന്ന ഈ സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. വീഡിയോ മുഴുവനായി കാണാൻ മറക്കല്ലേ. ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എൻ്റെ ചാനലിന് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാനിവിടെ മുട്ടയും പനീറും വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ പനീറിലേക്കായി 40 ഗ്രാം പനീറും 2 ടേബിൾ സ്പൂൺ തൈരും 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഒരു 5 മീഡിയം സൈസിലുള്ള സവാള എടുക്കാം. അത് നന്നായിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. സവാള മുഴുവൻ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 പച്ചമുളക് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം. ഏഴല്ലി വെളുത്തുള്ളി, 1.5 ഇഞ്ച് ഇഞ്ചി, ഇവ രണ്ടും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കൂടി എടുത്തിട്ടുണ്ട്. അതും നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. 2 പനീർ പോക്കറ്റ്സിനുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബാക്കി എഗ് പോക്കറ്റ്സിന് 8 മുട്ടയാണ് എടുക്കുന്നതും. എഗ് പോക്കറ്റ്സിന് വേണ്ട മുട്ട ഈ സമയം നിങ്ങൾക്ക് പുഴുങ്ങിയെടുക്കാവുന്നതാണ്. ഇനി മറ്റൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കാം. ഇനി പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് പൊടികളായി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ചിക്കൻ മസാല 1 ടീസ്പൂൺ ചേർത്ത് പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് തക്കാളി കൂടി ചേർക്കാം. അത് വെന്തുടയുന്നതാണ് പരുവം. ഒപ്പം ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. പോക്കറ്റ്സ് ഉണ്ടാക്കാനായി ഞാൻ സമൂസ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലോ ബേക്കറികളിലോ അത് ലഭിക്കുന്നതാണ്. ഒരു പോക്കറ്റിനായി ഞാൻ 2 സമൂസ ഷീറ്റാണ് എടുത്തത്. കുറച്ച് മൈദാമാവും ലൂസാക്കി കലക്കി എടുത്തിട്ടുണ്ട്. മൈദാമാവ് ഒന്നിൻ്റെ നടുക്കായിട്ട് തേക്കാം. ക്രോസായി രണ്ടാമത്തെ ഷീറ്റും അതിൻ്റെ മേലെ വെക്കുക. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഫില്ലിങ്സ് 1 ടീസ്പൂൺ ചേർക്കാം. ഒന്ന് ചെറുതായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു മുട്ടയുടെ പകുതി വെക്കാം. ഇനി 4 സൈഡിലും മൈദാമാവ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ സർക്കിളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അത്യാവശ്യം നല്ല പോലെ മൈദാമാവ് പുരട്ടണം. ഞാൻ 18 എഗ് പോക്കറ്റ്സും 2 പനീർ പോക്കറ്റ്സുമാണ് ഉണ്ടാക്കിയെടുത്തത്.
ഇനി നമുക്ക് എഗ്ഗ് പോക്കറ്റ്സും പനീർ പോക്കറ്റ്സും എണ്ണയിലിട്ട് വറുത്തെടുക്കാം. രണ്ട് സൈഡും നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ എഗ്ഗ് പോക്കറ്റ്സും പനീർ പോക്കറ്റ്സും റെഡി ആയിട്ടുണ്ട്. എണ്ണ അധികമായിട്ടുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചൊന്ന് ഒപ്പിയെടുക്കാം. നല്ല ക്രിസ്പിയും ടേസ്റ്റിയാണ്. അപ്പോൾ വൈകുന്നേരം ചായയോടൊപ്പം കഴിക്കാൻ വളരെ സൂപ്പറുമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുമല്ലോ. സീ വിത്ത് നെക്സ്റ്റ് വീഡിയോ. ബൈ ഫ്രം അച്ചു.